യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ നിങ്ങൾ കേട്ടിട്ടുള്ള വാക്കായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ കേട്ടിട്ടില്ലായിരിക്കും. ഏതൊരു ബിസിനസ് സംബന്ധിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൻ്റെ ഒരു വ്യത്യസ്തത ഉണ്ടാകുക എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. എല്ലാവരും സ്റ്റാർട്ട് ചെയ്തൊരു ബിസിനസ് തന്നെ പുറകെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോഴെന്താ സംഭവിക്കുക? ഓൾറെഡി അവിടെ കുറേ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. നമ്മൾ അവിടെ പോയിട്ട് പ്രൈസ് വാറും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രൊമോഷണൽ വാറും ഒക്കെ നടത്തിക്കൊണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷേ നമ്മൾ അതിൻ്റെ അകത്ത് പൂർണ്ണമായിട്ട് പരാജയപ്പെടുകയും ചെയ്യും. കാരണം എന്താണ്? ഒട്ടനവധി ആളുകൾ അവിടെ ഉണ്ട്, ഇനിയും ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയും ചെയ്യുന്നു. പക്ഷേ നമ്മളുടെ ബിസിനസ്സിന് കൃത്യമായിട്ടുള്ള ഒരു യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ നിലനിൽക്കുന്നുണ്ടാവും. അതായത് യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വ്യത്യസ്തത. എന്ത് വ്യത്യസ്തതയാണ് നമ്മൾ മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിന് നമുക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്ത് വ്യത്യസ്തതയാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കുന്നത്? അത് അഡീഷണൽ ഒരു വാല്യൂ സിസ്റ്റം ആകാം, അല്ലെങ്കിൽ ഒരു മെക്കാനിസം ആകാം, പ്രോസസ് ആകാം, ബിസിനസ് മോഡൽ ആകാം, എന്തുമാകാം. അപ്പം എന്ത് വ്യത്യസ്തതയാണ് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാനുള്ളത്, അല്ലെങ്കിൽ നമ്മൾ കോമ്പറ്റീറ്റേഴ്സിന് എന്ത് വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ സർവീസിനെ ഡെലിവറി ചെയ്യുന്നത്? ഇതാണ് നമ്മുടെ USP എന്ന് പറയുന്നത്. നമ്മുടെ USP എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസിന്റെ USP ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ 3 ഫാക്ടേഴ്സിനെ വെച്ചിട്ടാണ് നമുക്ക് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുക. ഒന്നാമത്തത്, നമ്മൾ ഏറ്റവും മികച്ചതായിട്ട് കൊടുക്കുന്ന കാര്യം എന്താണ്? രണ്ടാമത്, നമ്മളുടെ കോമ്പറ്റീറ്റർ ഏറ്റവും മികച്ചതായിട്ട് കൊടുക്കുന്ന കാര്യം എന്താണ്? മൂന്നാമതായിട്ട്, കസ്റ്റമർക്ക് ആവശ്യം എന്താണ്, അല്ലെങ്കിൽ കസ്റ്റമറുടെ ആവശ്യകത എന്താണ്? ഈ 3 ഫാക്ടേഴ്സിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ USP കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ടാവും. ഇവിടെ എല്ലാം ഈ പറയുന്ന 3 ഫാക്ടേഴ്സിന്റെ കോമ്പിനേഷൻസ് ആണ് വർക്കൗട്ട് ചെയ്യുന്നത്. നമുക്കൊന്ന് നോക്കാം. അതായത് നമ്മളുടെ കസ്റ്റമറുടെ ഒരു നീഡ്, അത് നമ്മളുടെ കോമ്പറ്റീറ്റർ ഏറ്റവും മികച്ച രീതിയിൽ കൊടുക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ കൊടുക്കുന്നില്ല. അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ അവിടെ നമ്മുടെ സർവീസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു സ്കോപ്പ് കിടപ്പുണ്ട്. രണ്ടാമത്തെ ഒരു സെനാരിയോ, അവിടെ നമ്മളുടെ കസ്റ്റമറിൻ്റെ ഒരു റിക്വയർമെൻ്റ് ഉണ്ട്, പക്ഷേ നമ്മൾ നല്ല രീതിയിൽ കൊടുക്കുന്നില്ല, നമ്മളുടെ കോമ്പറ്റീറ്റർ നല്ല രീതിയിൽ കൊടുക്കുന്നില്ല. അവിടെ ഒരു ഇന്നോവേഷൻ ഉള്ള സ്കോപ്പ് ഉണ്ട്. അതായത് പുതിയ പ്രൊഡക്റ്റിനോ അല്ലെങ്കിൽ പുതിയൊരു സർവീസിനോ ഉള്ള ഇന്നോവേഷൻ സ്കോപ്പാണ് അവിടെ കിടക്കുന്നത്. മൂന്നാമതായിട്ട് ഒരു കാര്യം ചിന്തിച്ച് നോക്കിയേ, നമ്മളുടെ ഒരു പ്രൊഡക്റ്റ് അത് നല്ല രീതിയിൽ ഒരു കസ്റ്റമറിൻ്റെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, പക്ഷേ കോമ്പറ്റീറ്റർ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ആ ഒരു പോയിന്റാണ് നമ്മളുടെ യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ. അതായത് നമ്മളുടെ കസ്റ്റമർക്ക് നീഡുണ്ട്, കോമ്പറ്റീറ്റർ അത് നല്ല രീതിയിൽ സർവീസോ അല്ലെങ്കിൽ പ്രൊഡക്റ്റോ ആയിട്ട് കൊടുക്കുന്നില്ല, പക്ഷേ നമ്മളത് കൊടുക്കുന്നുണ്ട്. അത് നമ്മളുടെ USP ആണ്, യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ ആണ്, മറ്റാർക്കും കൊടുക്കാത്ത ഒരു വ്യത്യസ്തത. ഇത് കൊടുത്തു കഴിഞ്ഞാലാണ് ഏതൊരു പ്രൊഡക്റ്റും സർവീസും സക്സസ്ഫുൾ ആകുക. നമ്മുടെ ചുറ്റും നോക്കിയേ, ഇഷ്ടം പോലെ ആളുകൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും സെല്ല് ചെയ്യുന്നുണ്ട്. ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും സെല്ല് ചെയ്യുന്നത് അത് കസ്റ്റമറുടെ നീഡാണ്. ആ നീഡിനെ അഡ്രസ്സ് ചെയ്യുന്നത് എങ്ങനെയാണ്? എല്ലാ തരത്തിലുള്ള പ്രൊഡക്റ്റും അവൈലബിൾ ആണോ? ആണെങ്കിൽ അതൊരു നീഡാണ് അല്ലേ? ആ നീഡിനെ അഡ്രസ്സ് ചെയ്യപ്പെട്ടു. ഇതാണ് നമുക്ക് നോക്കേണ്ടത്. ഈ 3 ഫാക്ടേഴ്സിന്റെ നേരത്തെ പറഞ്ഞ 3 കോമ്പിനേഷൻസ്. ചിലപ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റർ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ടാവും, നമ്മൾ കൊടുക്കുന്നില്ല, അവിടെ ഇമ്പ്രൂവ്മെന്റ് ചെയ്യണം. നമ്മളുടെ കോമ്പറ്റീറ്ററും കൊടുക്കുന്നില്ല, നമ്മളും കൊടുക്കുന്നില്ല, പുതിയ ഇന്നോവേഷൻ ഉള്ള സ്കോപ്പ്. നമ്മളുടെ കോമ്പറ്റീറ്റർ കൊടുക്കാത്ത, നമുക്ക് നല്ല മികച്ച രീതിയിൽ കൊടുക്കാൻ സാധിക്കുന്ന കസ്റ്റമറുടെ ഒരു റിക്വയർമെന്റ് ഉണ്ടോ? അതാണ് നമ്മുടെ USP. അപ്പോൾ ആ USP ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളുടെ ബിസിനസ് സക്സസ്ഫുൾ ആകുന്നുണ്ടാവും. എങ്കിൽ മാത്രമേ നമ്മുടെ ബിസിനസ് സക്സസ്ഫുൾ ആകത്തുള്ളൂ. എങ്കിലേ നമ്മളെ കസ്റ്റമർക്ക് നീഡായിട്ടുള്ളൂ. കസ്റ്റമർ അല്ലെങ്കിൽ നമ്മളെ ആവശ്യമില്ല, അവർക്ക് 100 കണക്കിന് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓൾറെഡി റൺ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു കാര്യം ഉറപ്പാക്കുക, നമ്മളുടെ ബിസിനസ്സിന് ഒരു USP ഉണ്ട്. നമ്മളുടെ കസ്റ്റമറിന്റെ റിക്വയർമെന്റ് ആണ്, അത് നമ്മുടെ കോമ്പറ്റീറ്റർ കൊടുക്കുന്നില്ല. അങ്ങനെ ഒരു USP ഉണ്ടെന്ന് ഉറപ്പാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ്സിലേക്ക് സക്സസ് വരുന്നുണ്ടാവും, നിങ്ങൾ നിലനിൽക്കുന്നുണ്ടാവും.